തുടരും കണ്ടു. തുടരുമിൻ്റെ സ്പോയിലർ ഫ്രീ റിവ്യൂ ആണിത്. ഇത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മോഹൻലാൽ പണ്ട് എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഭരദ്വാജ് രംഗൻ്റെ ഒരു ഇൻ്റർവ്യൂ. അതിൽ പറഞ്ഞു ഇത് തുടരും ലൈക്ക് ദൃശ്യം എന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ കുറച്ചിങ്ങനെ ഹൈപ്പ് ഇങ്ങനെ കൂടി. പിന്നെ പോസ്റ്റേഴ്സിലും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് ഇങ്ങനെ വന്നു. അപ്പോഴും ചെറിയ രീതിയിൽ ഇങ്ങനെ ഹൈപ്പ് ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഫാൻസ് വേൽമുരുക എന്നുള്ള രീതിയിൽ വല്ല പാട്ടൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ അടിച്ചിറക്കി. പിന്നെ അത് ഇതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തി പുള്ളി തന്നെ വന്നിട്ട് അങ്ങനത്തെ സംഗതികളൊന്നുമില്ല, അങ്ങനത്തെ പാട്ടൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഹൈപ്പ് കുറയ്ക്കാൻ അവരിങ്ങനെ നോക്കിയിട്ടുണ്ട്. പിന്നെ റിലീസിനും പല തിയേറ്റേഴ്സിലും ഇത് റിലീസായിട്ടില്ല, ലിമിറ്റഡ് റിലീസ് പോലെയാണ് ചെയ്തേക്കണത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അധികം തിയേറ്റേഴ്സിന് ഇങ്ങനെ കൊടുത്തിട്ടില്ല, കുറച്ച് തിയേറ്റേഴ്സിനാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇനി സക്സസ് ആവുകയാണെങ്കിൽ കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഹൈപ്പ് മൊത്തത്തിൽ കുറവായിരുന്നു. ഫാൻസ് ഷോ ഇല്ല, ഫാൻസ് ഷോ 10 മണിക്ക് രാവിലെ തന്നെ ഉള്ള ഫാൻസ് ഷോ ഒക്കെ 10 മണിക്ക് തന്നെ, അതിരാവിലെയുള്ള ഷോസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ എന്തൊക്കെയോ ഇതിനകത്ത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള മൊമെൻ്റ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. അതറിയാം, അത് ഉദ്ദേശിച്ച് തന്നെയാണ് പോയപ്പോൾ ഹൗസ്ഫുൾ അല്ല, തിയേറ്റർ ഹൗസ്ഫുൾ അല്ലായിരുന്നു. ടിക്കറ്റ് ഒന്നും വിറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല, കുറേ ഒന്നും പോയിട്ടില്ല. തുടക്കത്തിലെ സീനിൽ തന്നെ എന്താണ് ഇനി വരാൻ പോകുന്നത്, കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, കുറച്ച് മാസമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. അത് എക്സാക്ട്ലി എന്താണെന്ന് നമുക്ക് തുടക്കം കാണുമ്പോൾ അറിയില്ല, പക്ഷെ അതുപോലത്തെ ഉള്ള സംഗതികൾ ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കാടിൻ്റെ സീൻ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. രാത്രി ഇരുട്ടത്ത് കാട് ഇങ്ങനെ കാണിക്കുന്നു, പിന്നെ ഒരു ഉരുൾ പൊട്ടുകയാണ് അവിടെ കാടിൽ. അത് അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇത് സ്പോയിലറായിട്ടൊന്നും കണക്കാക്കണ്ട, അത്ര സ്പോയിലിംഗ് ആയിട്ടുള്ള സംഗതി അല്ല. അതിൽ തന്നെ ചില ജീവികളെ, കാട്ടിലുള്ള ജീവികളെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അതിൽ ഒരു ആന ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ, ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിലാണ് മോഹൻലാലിൻ്റെ പേരിങ്ങനെ എഴുതി വന്നെ. പിന്നെ അതിന് മുമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കോട്ട് വെച്ചാണ് തുടങ്ങുന്നത്. ആരോ പറഞ്ഞ ഒരു കോട്ട്, വെൻ ദി എലിഫൻറ്റ്സ് വാക്ക് ദ ഫോറസ്റ്റ് വാക്സ് വിത്ത് ഇറ്റ് അലോങ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കോട്ടും കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉദ്ദേശിക്കാം എന്തോ ഇതിനകത്ത് ഉണ്ട്, കുറച്ച് സംഗതികൾ ഇതിനകത്ത്, മാസ് സംഗതികൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. പിന്നെ ആ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ പതുക്കെ മോഹൻലാലിൻ്റെ ഇൻട്രോ, വളരെ സിമ്പിളായിട്ടുള്ള ഇൻട്രോ, ഭയങ്കര ലൈറ്റായിട്ടുള്ള ഇൻട്രോ. അതിൽ അങ്ങനെ വലിയ സംഗതിയൊന്നുമില്ല, ഭയങ്കര വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കുന്നില്ല. സാധാരണ ഇൻട്രോ, സാധാരണ മനുഷ്യനായിട്ട് തന്നെ. അപ്പോൾ സാധാരണ ഒരു ഇൻട്രോ. പിന്നെ വീട് കാണിക്കുന്നു, കുടുംബം, ഭാര്യ, മക്കൾ, അതൊക്കെ ഇങ്ങനെ കാണിച്ച് പിന്നെ ഇയാൾക്ക് ഈ വണ്ടിയോടുള്ള, സ്വന്തം അംബാസഡർ വണ്ടിയോടുള്ള എത്രത്തോളം ഇഷ്ടമുണ്ട്. പിന്നെ പുള്ളി പണ്ടെന്തായിരുന്നു, നേരത്തെ എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ടാക്സി ഓടിക്കലാണ്. അങ്ങനെ പലതും ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിങ്ങനെ വെക്കുന്നുണ്ട്. പല സംഗതികളും ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിങ്ങനെ വെക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള സംഗതികളാണെല്ലാം ഫുള്ള്. വലിയ അതിനകത്ത് അതൊക്കെ വേണമെങ്കിൽ പറയാം, അത് വേണമെങ്കിൽ സ്പോയിലറൊന്നും അല്ല. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടർ, ഷൺമുഖൻ എന്നുള്ള ഈ ക്യാരക്ടർ, പുള്ളിയുടെ തെറ്റുകൊണ്ടല്ലാണ്ട് ചെറിയൊരു പ്രശ്നത്തിൽ ഇങ്ങനെ പെടണം. അപ്പോൾ അതിങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ നോക്കുകയാണ്. ഈ മോഹൻലാലിൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, അവരൊക്കെ കൂടെ ഇങ്ങനെ ഇതിങ്ങനെ സോൾവ് ചെയ്യാനിങ്ങനെ നോക്കുന്നു. അതിങ്ങനെ പതുക്കെ സോൾവ് ചെയ്യാനിങ്ങനെ നോക്കി പതുക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബിൽഡപ്പ് ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് ഇങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ച് കൊണ്ടുപോയി. ആ ബിൽഡപ്പ് നല്ല രസമാണ്, നമുക്കിങ്ങനെ കാണുമ്പോൾ അറിയാം ഇതിനകത്ത് എന്തോ വലിയൊരു പ്രശ്നത്തിലേക്ക് പെടാൻ പോവുകയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നു, ചെറിയൊരു പ്രശ്നമാണ്. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇൻ്റർവെൽ എത്തുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ പറഞ്ഞു തരും ഒരു വലിയൊരു പ്രശ്നത്തിൽ ഈ ക്യാരക്ടർ പെട്ടു എന്നുള്ളൊരവസ്ഥയിലെത്തും. അവിടെ എത്തുമ്പോഴാണ് പിന്നെ ആ സിനിമ ശരിക്കും ഇങ്ങനെ ട്രാക്ക് ഇങ്ങനെ കംപ്ലീറ്റ് മാറി. അപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ മാറി കംപ്ലീറ്റ് അങ്ങ് മാറി. പിന്നെ അത് കാണിക്കുമ്പോൾ ആ നേരത്തെ ഈ ക്യാമറയും മ്യൂസിക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറുടെ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നതൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടും ഇത് തന്നെ, ഇയാൾ ഫുള്ളിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ്. അതൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത്. ആ നേരത്തെ അഭിനയവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ ആ സമയത്ത് ഫുള്ള് മോഹൻലാലിൻ്റെ ഇതിലാണ് ആ സിനിമ പോണേ. ആ ടൈമിൽ ഫുള്ള് ഈ ഒരു ട്രാക്ക് മാറിക്കഴിയുമ്പോൾ തുടക്കത്തിൽ ഫുള്ള് മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസ് അതിനകത്ത് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ
മോഹൻലാൽ ഇങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടർ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എത്തും. പിന്നെ അങ്ങോട്ടേക്ക് ഡു ഓർ ഡൈ എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തി. അപ്പോൾ പിന്നെ തിരിച്ചടിച്ച് തുടങ്ങി. അത് തുടങ്ങിക്കഴിയുമ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ കുറേ എന്താ പറയുക, കുറേ കൂടെ മാസിയായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ വരുന്നത് ആ സമയത്താണ്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സംഗതികളൊക്കെ നല്ലോണം നമ്മൾ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കൈയടിക്കാൻ തോന്നും. അങ്ങനത്തെ ഉള്ളൊരു രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ പോയി 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 നല്ലൊരു രീതിയിൽ അത് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാൻ ഈ മോഹൻലാലിൻ്റെ പെർഫോമൻസ് അത് തന്നെ നമുക്ക് എടുത്തു പറയാം. അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഫൈറ്റും എടുത്തു പറയാനുണ്ട്. ഫൈറ്റൊക്കെ ഉണ്ട്. ഫൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ അഭിനയത്തിൽ ഇപ്പം മോഹൻലാലിൻ്റെ അഭിനയം കൊള്ളാം എന്ന് പറഞ്ഞാലും എനിക്ക് പേഴ്സണലി അത് ഒരു പടി കൂടെ മുകളിലേക്ക് എത്താമായിരുന്നു. അത് ഈ ഒടിയൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അതിന് മുമ്പുള്ളൊരു പെർഫോമൻസിലേക്ക് മോഹൻലാൽ വന്ന് കണ്ടിട്ടില്ല. അതിപ്പോഴും എനിക്ക് അങ്ങനെ തോന്നണം. ഈ ഒരു ഫിലിമിൽ ശരിക്കും ആ ഒരു ലെവലിലേക്ക് എത്താമായിരുന്നു. ഒടിയന് മുമ്പ് അഭിനയിച്ചിരിക്കുന്ന പല സിനിമകളും, ഇപ്പോൾ ദൃശ്യം അല്ലെങ്കിൽ വില്ലനൊക്കെ അത്ര വലിയ ഹിറ്റായില്ല, എന്നാൽ കൂടെ അതിനകത്ത് പെർഫോമൻസ് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ അതുപോലത്തെ ഒരു രീതിയിലേക്ക്, ഈവൻ കോമഡി സിനിമയാണെങ്കിൽ പോലും ആ ഒരു ലെവലിലേക്ക് എത്തിയതായിട്ട് തോന്നുന്നില്ല. ഒരു ചില എന്താ പറയുക, എന്തോ ഒരു ചെറിയ മിസ്സിങ്, ചില മൈന്യൂട്ട് എക്സ്പ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു റിയാക്ഷനൊക്കെ ആയിരിക്കും. അതൊന്നും ചില സിനിമകളിൽ ഈ സിനിമയിൽ അത്രയ്ക്കൊരു പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട് മറന്ന ഒരു സംഗതി നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് കംപ്ലീറ്റ് അങ്ങ് എത്തിയിട്ടില്ല. ഇതിപ്പോൾ വേറെ വല്ല ആക്ടറാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ ഇത് കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ മോഹൻലാലിൻ്റെ പണ്ടത്തെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് കാണുമ്പോൾ പോരാന്നിങ്ങനെ തോന്നും. കുറച്ചും കൂടെ എത്തായിരുന്നു, കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ഒരു എന്താ പറയുക 10-ൽ 10 എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ല. തൊട്ട് താഴെ ഇങ്ങനെ എത്തി നിൽക്കണു, 8, 7 അല്ലെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചും കൂടെ കയറി ഒരു 9, 10ലേക്കൊക്കെ എത്താം, അങ്ങോട്ടേക്ക് അങ്ങ് എത്തുന്നില്ല. അതാണ് ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അത് ഈ സ്റ്റണ്ടിൻ്റെ കാര്യത്തിൽ അതൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു പല സീനും ഡ്യൂപ്പ് ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നണേ കണ്ടിട്ട്. ഡ്യൂപ്പും സംഗതികളൊന്നും ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നു കൂടിയില്ല. അത്രയും ഇതായിട്ടാണ് ചെയ്തേക്കണത് ശരിക്കും ഫുൾ ഷോട്ട് ഫുൾ രീതിയിൽ. അത് ഗ്രാഫിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നണേ. അത്ര രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ വില്ലൻ നന്നായിട്ടുണ്ട്. നല്ലൊരു പവർഫുൾ വില്ലൻ വേണമല്ലോ. ഒരു വില്ലൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക, ശരിക്കൊരു രസമില്ല. ഇതിൽ നല്ല വില്ലനുണ്ട്, വില്ലൻ്റെ പെർഫോമൻസും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വേണ്ട സമയത്തത് നമ്മളെ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നല്ല രീതിയിൽ ആ മ്യൂസിക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ക്യാമറ കൊണ്ടുള്ള പരിപാടി, അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും എനിക്കറിയില്ല. ആ വേണ്ട സമയത്ത് അത് നല്ല രീതിയിൽ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഒരു സീനൊക്കെ ആണെങ്കിൽ വലിയ ഗംഭീര സംഗതികളൊന്നും ഉപയോഗിക്കാതെ ഇതുപോലൊരു ഇൻറ്റൻസ് മൊമെൻ്റ് ഒക്കെ എത്തുമ്പോൾ ആ ക്യാമറ കൊണ്ട് എന്തൊക്കെ കൺവേ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ്, ശോഭനയുടെ പെർഫോമൻസ് കൊള്ളാം. പക്ഷെ ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു, കുറച്ചും കൂടെ ഒക്കെ ഉള്ളൊരു ഇപ്പോൾ ശോഭനയൊക്കെ ഒരു സിനിമ വല്ലപ്പോഴൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നാലും പെർഫോമൻസ് ഉണ്ട്, സംഗതി ഉണ്ട് ഇതിനകത്ത്, പെർഫോമൻസ് ഉണ്ട്. കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു ഇത് കൊടുക്കായിരുന്നു എന്നിങ്ങനെ തോന്നി. പിന്നെ ഇതിൽ എൻഡിങ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെയാണ് അത് എൻഡ് ചെയ്ത് വെച്ചേക്കണേ. അത് വേണമെങ്കിൽ കുറച്ചും കൂടെ കാണിക്കാമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണിക്കാമായിരുന്നു. കുറച്ചും കൂടെ എന്താണ് സംഭവിക്കണം എന്നൊക്കെ വേണമെങ്കിൽ കാണിക്കാമായിരുന്നു. പക്ഷെ അത് കാണിക്കാതെ നമുക്ക് അത് അണ്ടർസ്റ്റുഡ് ആണ് എന്താ സംഗതി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്തായാലും കുറേ നാൾ കൂടിയിട്ട് ഇത്രയും നല്ലൊരു, എനിക്ക് കഴിഞ്ഞ എമ്പുരാൻ എനിക്ക് അത്രയും നന്നായിട്ട് തോന്നിയില്ല. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടത്.